ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടയിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് സ്വന്തം നാട്ടിൽ നിന്നും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് ചർച്ചയാവുകയാണ്. ഗുജറാത്തിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായ ഇഫ്കോയുടെ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചിരിക്കുന്നത് വലിയ തോൽവിയാണ്. അത് മറ്റാരുമല്ല, അമിത്ഷായുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും BJPയുടെ സഹകരണ സെൽ കോർഡിനേറ്ററുമായ വിപിൻ പട്ടേലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്തിലെ മുൻമന്ത്രിയും BJPയിലെ അമിത്ഷാ വിരുദ്ധനുമായ ജയേഷ് റഡാഡിയെയാണ് അവിടെ വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് ഗുജറാത്ത് BJPയിൽ ഉടലെടുത്ത വിഭാഗീയതയുടെ ഭാഗമായാണ് അമിത്ഷായും സംസ്ഥാന BJP അധ്യക്ഷനും പിന്തുണച്ചിട്ട് പോലും ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. ആ പരാജയത്തിന് പിന്നിൽ അമിത്ഷായോടുള്ള വിദ്വേഷമാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു തുടങ്ങി. അപകടം മണത്ത അമിത്ഷാ ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി റഡാഡിയയുടെ വീട്ടിലെത്തി കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അത്രയ്ക്കും വലിയ പോരാട്ടമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇവർ നടത്തിയത്. മാത്രമല്ല, സംസ്ഥാന BJP അധ്യക്ഷൻ CR പാട്ടീൽ തന്നെ അമിത്ഷായുടെ സ്ഥാനാർത്ഥി വിപിൻ പട്ടേലിന് വേണ്ടി നേരിട്ടിറങ്ങിയിരുന്നുവെങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് എതിർ സ്ഥാനാർത്ഥി ജയിക്കുകയാണ് ഉണ്ടായത്. ഇതോടെ ഗുജറാത്തിലെ BJPയിൽ രൂപപ്പെട്ട വിഭാഗീയത കൂടുതൽ രൂക്ഷമായിരിക്കുന്നു. ഫലം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാന BJP അധ്യക്ഷൻ CR പാട്ടീൽ റഡാദിയെ പിന്തുണച്ച നേതാക്കൾക്കെതിരെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ചില നേതാക്കൾ BJPയുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. റഡാദിയ മാത്രമല്ല അമിത്ഷാ വിരുദ്ധ പക്ഷത്തുണ്ടായിരുന്നത്. ഇഫ്കോ പ്രസിഡന്റും മുൻ MPയുമായ ദിലീപ് സംഘാനിയുടെ പിന്തുണ ജയേഷ് റഡാദിയക്കുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. റഡാദിയക്ക് 113 വോട്ടും അമിത്ഷായുടെ സ്ഥാനാർത്ഥി വിപിൻ പട്ടേലിന് 64 വോട്ടുകളുമാണ് ലഭിച്ചത്. സൗരാഷ്ട്ര മേഖലയിലെ കാർഷിക സഹകരണ സംഘങ്ങളാണ് റഡാദിയെ പിന്തുണച്ചത്. ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് അമിത്ഷാ ഉൾപ്പെടെയുള്ള BJP നേതാക്കളോടുള്ള കടുത്ത പ്രതിഷേധം ഈ വോട്ടുകളിൽ പ്രതിഫലിച്ചു എന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്കെതിരായി വന്നിട്ടുണ്ടെന്നും കർഷകർ BJPക്കെതിരെ വോട്ട് ചെയ്തിട്ടുണ്ടാകുമെന്നും വാർത്തകൾ വരുന്നുണ്ട്. അമിത്ഷായുടെ പിന്തുണയുള്ള വിപിൻ പട്ടേലിൻ്റെ സ്ഥാനാർത്ഥിത്വം ആരും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അമിത്ഷായുടെ തീരുമാനങ്ങളെ BJP പ്രവർത്തകർ അംഗീകരിക്കുന്നത് നിർത്തിയെന്നൊരു സന്ദേശമാണ് നൽകുന്നതെന്നും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും BJPക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. കോൺഗ്രസിൽ നിന്ന് വരുന്നവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിനെതിരെ അമിത്ഷായ്ക്കെതിരെ ഗുജറാത്തിലെ BJPയിൽ കലാപം ഉടലെടുത്തിരുന്നു. ഇഫ്കോ തെരഞ്ഞെടുപ്പിലേറ്റ ഈ തിരിച്ചടി കലാപത്തിന് ആക്കം കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗുജറാത്തിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് തിരിച്ചടിയേറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇഫ്കോ തെരഞ്ഞെടുപ്പിലെ തോൽവി സൂചിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വരുന്നു.